എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പഞ്ചിനെ കുറിച്ചാണ്. പഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ ചാനലിലൂടെ ഇറക്കാൻ പോകുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, പഞ്ചിനെ കുറിച്ചുള്ള പ്രത്യേകത ഓരോ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീഡിയോ ചെയ്യാൻ ഞാൻ പ്രേരിതരാകുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ ആദ്യവാരം പഞ്ച് ഇറങ്ങി. അതിനുശേഷം നമ്മുടെ യൂട്യൂബർ ചേട്ടന്മാരായ ബൈജു ചേട്ടൻ, അതുപോലെ തന്നെ ഹാനി മുസ്തഫ ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഭ്രാന്തൻ ചേട്ടൻ തുടങ്ങിയവരെല്ലാം തന്നെ റിവ്യൂ ചെയ്ത് വളരെയധികം മികച്ച ഒരു റിവ്യൂസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ പഞ്ച് ടാറ്റ തൻ്റെ രീതിയിൽ വീഡിയോസും പുറത്തിറങ്ങിക്കൊണ്ട് അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പഞ്ചിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത്. എല്ലാവരും ഒരു സംഗ്രഹം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം പഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ, പഞ്ച് എന്ന് പറയുന്ന ഒരു സബ് കോമ്പാക്ട് SUV അല്ല, അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്കും അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു വാഹനം എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഹാച്ച് ബാക്കിൻ്റെ പ്രത്യേകതകളുള്ള, എന്നാൽ ഒരു സബ് കോമ്പാക്ട് SUVയുടെ പ്രത്യേകതകളുള്ള ഒരു വാഹനം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ടാറ്റയുടെ വാഹനത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ടാറ്റയുടെ ടിയാഗോയുടെ NRGയുടെ അല്ലെങ്കിൽ നമ്മുടെ ടാറ്റയുടെ നെക്സോണിൻ്റെ വാഹനത്തിനും ഇടയിലായിട്ടുള്ള ഒരു വാഹനം എന്ന സെഗ്മെൻറ്റിലാണ് ഈ വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കീറാതെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വാഹനം എന്ന രീതിയിൽ വേണമെങ്കിൽ പഞ്ചിനെ കൺസിഡർ ചെയ്യാം. ഏകദേശം 5 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയിലാണ് ex-showroom പ്രൈസ് പ്രതീക്ഷിക്കുന്നത്. ഈ വാഹനത്തിന് പെട്രോൾ വേരിയൻറ്റ് മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നോർമൽ ഗിയർ ബോക്സും, അതുകൂടാണ്ട് AMT ഗിയർ ബോക്സും ഉണ്ട്. അതായത് നോർമൽ ഗിയറും അതുപോലെ ഓട്ടോമാറ്റിക് ഗിയറും അവൈലബിൾ ആണ്. അതുകൂടാണ്ട് ഈ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാടാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ആദ്യമേ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു SUVയുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. കാരണം ലുക്കും അല്ലെങ്കിൽ അതിൻ്റെ കട്ടിങ്ങും ഡിസൈനൊക്കെ വച്ച് നോക്കുമ്പോഴും ഒരു SUVയുടെ സമാനമാണ്. പക്ഷേ ഹാച്ച് ബാക്കിൻ്റെ സൈസാണ്, അതായത് മാരുതിയുടെ സ്വിഫ്റ്റിൻ്റെ സൈസിന് സമാനമാണ്, അല്ലെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ലെങ്ത്തിന് സമാനമാണ് ഈ വണ്ടിയുടെ ലെങ്ത്ത്. എന്നാൽ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ വാഹനമായിട്ടുള്ള നെക്സോണിൻ്റെ, അതായത് കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ ഏറ്റവും ഹൈറ്റുള്ള വാഹനമായ നെക്സോണിൻ്റെ ഹൈറ്റിനേക്കാളും ഒരു പിടി മുന്നിലാണ് ഈ വാഹനത്തിൻ്റെ ഹൈറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രത്യേകതകളും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എല്ലാത്തരം കസ്റ്റമേഴ്സിനും വളരെയധികം മികച്ച രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതാൻ വേണ്ടിയിട്ട്. കാരണം യങ്സ്റ്റേഴ്സിനാണ് ആൾക്കാർക്ക് വേണ്ട ലുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ അട്രാക്റ്റീവ് എല്ലാം ഈ വാഹനത്തിലുണ്ട്. അതുകൊണ്ടാണ്ട് ഇൻറ്റീരിയൽസ്, അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി, അതുകൊണ്ടാണ്ട് മറ്റ് കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ്, എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സിന് വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരനായിട്ടുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അതായത് 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സുരക്ഷയുള്ള ഒരു വാഹനം എന്ന രീതിയിൽ ഇത് മികച്ചതാണ്. അതുകൂടാണ്ട് അടുത്ത സെഗ്മെൻറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റുന്ന മികച്ചൊരു വാഹനം, നല്ല വിസിബിലിറ്റിയുള്ള, അല്ലെങ്കിൽ സ്റ്റിയറിംഗിന് അധികം വലുപ്പമില്ലാത്ത, ഓടിക്കാൻ ആയാസകരമില്ലാത്ത, സുഖകരമായിട്ടുള്ള ഡ്രൈവിംഗ് പ്രദാനം ചെയ്യുന്ന ഒരു വാഹനം എന്ന രീതിക്കും പഞ്ച് വളരെ മികച്ചതാണ്. അതുകൊണ്ടാണ് അടുത്തൊരു കാര്യം പറയുന്നത്, എബോ മിഡിൽ ക്ലാസ് ഫാമിലീസിനും രണ്ടാമതൊരു വണ്ടിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വലിയ ഒരു വണ്ടിയുണ്ട്, ചെറിയ വണ്ടിയുണ്ട്, ചെറിയ വണ്ടി പുറത്ത് മറ്റ് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വാഹനം വേണം. അപ്പോൾ അത് ഫീച്ചേഴ്സ് ഉള്ള മികച്ച വണ്ടി എന്നുള്ള രീതിയിലും ഈ പഞ്ചിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെ ആവശ്യങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പഞ്ചിനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു വാഹനമായിരിക്കും പഞ്ച് എന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ വളരെ മികച്ച രീതിയിൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം പോകുമെന്ന് തന്നെയാണ് നിലവിലുള്ള പ്രതീക്ഷകളും എല്ലാം. അപ്പോൾ ഇനി പഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്, പഞ്ച് എന്ന് പറയുന്നത് പല സെഗ്മെൻറ്റിൽ പല കളറിൽ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് യൂണിവേഴ്സൽ കളർ, അതായത് ഒറ്റ പെയിൻറ്റിങ്ങിനുള്ള മൊത്തം ബോഡിയിൽ ഒരു കളർ മാത്രമേ ഉള്ളത്. അതുകൊണ്ടാണ്ട് 2 ഡ്യുവൽ ടോൺ കളേഴ്സ് 2 തരത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് ടോപ്പിൽ ബ്ലാക്ക് വരുന്നതും ടോപ്പിൽ വൈറ്റ് വരുന്നതും, ഈ 2 സെഗ്മെൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പഞ്ചിനെ കുറിച്ച് പറയാനുള്ള ചെറിയ കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞു 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല മൈലേജ് ഉണ്ടാവും. ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 16-നും 18-ൻ്റെ ഇടയിൽ മൈലേജ് കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റേറ്റ് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ 5-ൻ്റെയും 8-ൻ്റെ ഇടയിൽ വരാനാണ് ചാൻസ്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മളിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ വരുന്നത് ഏകദേശം ഈ പറഞ്ഞ വരുന്ന ദീപാവലി സമയത്താണ്. ദീപാവലിക്ക് മുന്നായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ച മുന്നെങ്കിലും വണ്ടി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇതൊക്കെയാണ് പഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ വിഖ്യാതമായ ഇമ്പാക്റ്റ് 2.0 എന്ന് പറയുന്ന ഡിസൈൻ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഒരു വാഹനമാണ് നമ്മുടെ പഞ്ച് എന്ന് പറയുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. അതുകൂടാണ്ട് ഏകദേശം ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 86 ഹോഴ്സ് പവറാണ് വരുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നെക്സോണിൻ്റെ ഒരു ചായ നമുക്ക് തോന്നാം, അതുപോലെ തന്നെ ഹാരിയറിൻ്റെ ഒരു ചായ തോന്നാം. ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഡേ ടൈം റണ്ണിങ് ലാമ്പൊക്കെ നമ്മുടെ ഹാരിയറിൻ്റെ പോലെ തോന്നുമ്പോൾ ഫ്രണ്ടിലെ ഗ്രില്ലും മറ്റ് ഡിസൈനുകളൊക്കെ നമുക്ക് നെക്സോണിൻ്റേതായിട്ടുള്ള തോന്നുന്നത്. ടാറ്റയുടെ നിന്ന് വിട്ടുമാറാത്ത ടാറ്റയുടേതായിട്ടുള്ള പുതിയതായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ വിപണിയിൽ അടുത്ത് തന്നെ വണ്ടി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വൻ വിജയമാവട്ടെ എന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി പറയുന്നു. ഇനിയും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.